നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് നടക്കാൻ പോവല്ലേ, അപ്പം ഇന്ന് കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ലിജിക്കൊച്ചും ചേട്ടായി അമ്മയൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം. കാപ്പിയൊക്കെ ഉണ്ടാക്കി അവരെ ഫിസിയോയ്ക്ക് പറഞ്ഞു വിടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കോഴിക്കോട് എങ്ങനെയാണോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ജസ്റ്റ് അതൊരു നടത്തുമാകുമല്ലോ. അപ്പോൾ പോയല്ലേ ബാ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വയലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒരുവിധം പറ്റി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പോത്തിനെയൊക്കെ ഉള്ള അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് പയ്യെ പോയിട്ട് വരാം. നല്ല രസമാണ് കേട്ടോ. രാവിലെ ഇവിടെ ഈ മഞ്ഞൊക്കെ വരും കേട്ടോ. ഇപ്പോഴും ഉണ്ട്. ആ വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് മാറും. നമ്മളിതേ ഈ വഴി അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വേഗം കടയിൽ പോയിട്ട് വരട്ടെ. ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും മേടിച്ചു. അപ്പോൾ മുട്ട ഓംപ്ലേറ്റ് ചെയ്യാമല്ലോ. പിന്നെ പാലും കൂടി. അയ്യോ മടുത്ത് ഞാൻ സ്പീഡിൽ നടന്നു നടന്നിങ്ങ് പോന്നു. ഇവിടെ ചെന്നിട്ട് നമുക്ക് കൊച്ചിന് കുളിക്കാൻ വെള്ളമൊക്കെ വെക്കണം. പിന്നെ ഞങ്ങളുള്ളത്രയും ദിവസങ്ങളിൽ ചേട്ടായിക്കും അതൊരു റെസ്റ്റ് ആവില്ലേ. അതുകൊണ്ട് ഞാൻ ഉള്ളപ്പോൾ ഞാനെല്ലാം അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പാവം ചേട്ടായി പിന്നെയും ചെയ്യണമല്ലോ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ലിജിമോക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാൻ പോകുന്നത്. എന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ എനിക്ക് ചെറിയ നടുവേദന ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം കുളിക്കാൻ വെച്ചിട്ട് പാത്രം കഴുകി വെക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും. എന്നിട്ട് ലിജിമോളെ കുളിപ്പിക്കാം. ഏൽക്കുട്ടിയമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഏൽക്കുട്ടിയമ്മക്ക് ഇതേ തലമുടിയൊക്കെ കെട്ടി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഏലക്കുട്ടിയമ്മ സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പണിക്ക് പോട്ടെ. എങ്ങനെയുണ്ട്? കൈക്ക് വേദനയുണ്ടോ? രാത്രി കിടക്കുമ്പോൾ വേദനയുണ്ട് കേട്ടോ. അയ്യോ ചീഫങ്ങ് എടുക്കുക. ചീഫ് സൈഡിൽ വെച്ചത്. മുടി ഒത്തിരി പൊഴിയുന്നമ്മ. അയ്യോ അതും കേട്ടോ ഞാൻ എടുത്ത് കളയാം. അപ്പോൾ അടുത്ത പണിക്ക് പോട്ടെ കേട്ടോ. ശരി. തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത്രയും പാത്രം കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ. എന്നും കിടക്കുന്നതിന് മുന്നേ പാത്രമൊക്കെ തേച്ചിട്ടാണ് കിടക്കൽ കേട്ടോ. ഇന്നലെ പാത്രം പറ്റിയില്ല. രാത്രി തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകിയിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രി നിൽക്കുന്നൊരു അടുക്കള കയറാൻ തന്നെ ഒരു സുഖമാണ് കേട്ടോ. ഇന്നലെ എന്ത് വയ്യാഞ്ഞ പിന്നെ അമ്മയ്ക്കും വയ്യല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മടിച്ച്. അതെ നമ്മൾ ബ്രെഡ് ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ആവി കയറ്റിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് ലിജിമോളെ എണീപ്പിക്കാം. അപ്പോൾ ദേ ലിജിമോൾ എണീറ്റിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്. നേരത്തെ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി എണീറ്റു. അപ്പോൾ ലിജിമോക്ക് പല്ല് കേൾക്കാൻ കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് ഫീസിലേക്ക് പോയിട്ട് അടി മേടിക്കണം. അടിയില്ലേ? ഇന്നലെ ആയിരുന്നു അടി. ഓക്കെ ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. യെസ്. തേച്ച് കഴിഞ്ഞടുത്ത് കുളിക്കാൻ വേണ്ടി പോവാണ്. തൈറോയിഡിൻ്റെ ഗുളിക തരാം. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. അതാണ് ബ്രെഡ്. നല്ല സ്മൂത്തായിട്ട് കിട്ടും. കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഓഹ് നല്ല ചൂടുണ്ട് കേട്ടോ. അരച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് ചായ വെക്കാം. അപ്പോൾ ചായ സെറ്റാവട്ടെ. ഏലക്കുട്ടിയമ്മ ഇവിടെ ഇരുന്ന് നമ്മുടെ ചേട്ടായുടെ കുഞ്ഞേച്ചിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോളൂ.
ഞങ്ങൾ കുളിക്കാൻ പോവാം. നമ്മൾ പാൽപ്പൊടി ആട്ടോ ഇതിലിടുന്നത്. രജിമോൾക്ക് പാൽപ്പൊടി വെച്ചിട്ടാണ് രാവിലെ കൊടുക്കൽ. ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രജിമോളെ കുളിപ്പിച്ചിട്ടൊക്കെ അവിടെ കൊണ്ട് ഇരുത്തി. ഉണ്ണിപ്പട്ടി പോയി, കുഴപ്പമില്ല, സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുങ്ങി ഫിസ്വയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അവരുടെ കൂടെ പോവാണ് കേട്ടോ. എനിക്ക് മീനൊക്കെ വാങ്ങണം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ മീനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്നെ മീൻ സ്റ്റാളിൻ്റെ അടുത്ത് ഇറക്കി വിട്ടു. എന്നിട്ട് ഞാൻ നല്ലൊരു മീൻ നോക്കി വാങ്ങി. വങ്കടയാണ് വാങ്ങിയത്. മീനും വാങ്ങിയ ശേഷം ഞാൻ നേരെ പോയത് കുറച്ച് തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട്. തേങ്ങയില്ലായിരുന്നു വീട്ടിൽ. അതിന് തേങ്ങയൊക്കെ വാങ്ങി. രണ്ടും വാങ്ങിയിട്ട് ഇതേ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അയ്യോ, മീനും തേങ്ങയും മേടിച്ചുള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല കേട്ടോ. വേഗം വീട്ടിൽ ചെല്ലട്ടെ. ഏലിക്കുട്ടിയമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. കാപ്പി പിടിച്ചോ? ചോറ് കഴിച്ചില്ലേ? അപ്പം അമ്മ ചോറാട്ടോ കഴിക്കുന്നത്. കഴിക്ക്, എടുത്തേന്നോ? കാപ്പി പിടിക്കാൻ പോവാണ്. ബ്രെഡാണ് കേട്ടോ. എനിക്ക് മുട്ട വേണ്ട. മുട്ടയില്ലാണ്ട് ഞാൻ ബ്രെഡും ചായ കുടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പണി നോക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ചൂടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അത്ര ചൂടില്ല, അല്ലാതെ ഭയങ്കര ചൂടാണ്. ഇത് അമ്മ സ്പൂണിൽ കഞ്ഞി കോരി കഴിക്കോട്ടോ. ഞാൻ വാരിത്തരാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. മോരുകറി. അങ്ങനെ കടയിലൊക്കെ പോയിട്ട് വന്ന് കാപ്പിയൊക്കെ കുടിച്ച ശേഷം ഞാൻ അടുത്ത പണിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ട്. പിന്നെ നമ്മൾ വങ്കട മീനാട്ടോ വാങ്ങിയിരിക്കുന്നത്. അത് കറി വെക്കണം. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം, തോരൻ വെക്കണം, പിന്നെ 2 മീൻ വറക്കണം. അതാണ് ഇന്നത്തെ കറി. പിന്നെ ചോറ് വെക്കണം. അപ്പോൾ അതോടെ നമ്മുടെ ഇന്നത്തെ പണി തീരും. പിന്നെ തുണികളൊക്കെ പരയ്ക്കാൻ തുടക്കി അടിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം ഞാൻ പരയ്ക്കാൻ അടിച്ചിട്ടിട്ടുണ്ടായത്, അത് കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്തത്തെ ഇതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ നമ്മുടെ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, പിന്നെ തക്കാളി, പിന്നെ 3-4 പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഞാൻ മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളി ഒന്ന് എല്ലാം കഴുകി ഒന്ന് വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മീൻകറി വെക്കുന്നതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് വേഗം കറി ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീനിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി വറക്കാനുള്ളത് കേട്ടോ. പിന്നെ നമുക്കിപ്പം ചെയ്യേണ്ടത് കുക്കറിൽ എനിക്ക് ചോറ് വയ്ക്കണം കേട്ടോ. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. ഒരു 9 വിസിലടിക്കുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് പിന്നെ അടുപ്പിലേക്ക് വെക്കുമ്പോൾ നല്ല വേവുള്ള ജയേരിയാണ് കേട്ടോ.
ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെക്കാം. അരി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവരികയാണ് ചെയ്യല്. ഈ ബക്കറ്റിൽ കിണറ്റിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിൽ വെള്ളം ഉപയോഗിക്കാറില്ല കുടിക്കാനൊന്നും. കാരണം മേളിലെ ടാങ്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ട് കിണറ്റിൽ നിന്ന് കോരുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എന്തായാലും വെള്ളം തീരാറായി. നമുക്കിത് ഇൻഡക്ഷനിൽ കൊണ്ടുവച്ചിട്ട് വരാം. അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ഈരക്കുട്ടിയും അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി. അപ്പോൾ വറക്കാനുള്ള മീനിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇടാം, ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അതിന് ഞാനിവിടെ ബീട്രൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വേഗം തോരൻ വെക്കാനുള്ള അരിയാണ്. മീൻകറി ഇതേ സെറ്റായി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ വെക്കാൻ പോവുകയാണ്. നമ്മുടെ മീൻ വറുത്ത് ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി തോരൻ ഇപ്പുറത്തേക്ക് വെക്കാൻ പോവുകയാണ്. തോരൻ എന്തേ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടു, അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട്, മുളക്, പിന്നെ സവാള, കൊച്ചുള്ളി എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കറിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി കേട്ടോ. അപ്പം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ജീരകവും അതുപോലെ തന്നെ കടുകും ഇടാം കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തോരനുള്ള തേങ്ങയും അതുപോലെ ചമ്മന്തിക്കുള്ള തേങ്ങയും കുത്തിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തു. നമുക്ക് ചിരണ്ടാനുള്ള ചിരവില്ല കേട്ടോ. ലിമോളുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന വാളംപുളിയാണ് കേട്ടോ. എന്താ നല്ല പുളിയാണ്, അതിന് മധുരമൊന്നുമില്ല. അപ്പം അമ്മ ഇത് ശരിയാക്കി ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. നമുക്കിതും ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മുടെ കൊച്ചുള്ളി, മുളക് പൊടി, പുളി, അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടി എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മീൻ ഒരു സൈഡ് ശരിയായിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡ് മറിച്ചിട്ടേക്കുക. അപ്പോൾ ഇതങ്ങ് വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുക. ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം അവിടെ വേവും. എന്നിട്ട് നമുക്ക് പറ്റാം. ഇനി എൻ്റെ പരിപാടി ക്ലീനിങ് ആണ്.
ഒരുവിധം എല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അടുക്കളയിൽ സെറ്റാക്കി. ഇനി എനിക്ക് ഒന്ന് കുളിക്കുക. എൻ്റെ പരിപാടി ഇന്നക്കത്തെ തീരും. കുട്ടിയൊന്നും എണീറ്റില്ല കേട്ടോ. അതിൽക്കുട്ടിയൊന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചോറൊന്ന് സെറ്റാക്കണം. അത്രയും കൂടെ ഉള്ളൂ എനിക്കിന്ന് പരിപാടി. എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് വരും. നമ്മളൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ റെസ്റ്റിന് പോവാണ്. വൈകുന്നേരമായി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു കട്ടൻ കാപ്പിയും മിച്ചറും കഴിക്കുകയാണ്. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് 3 പേർക്ക് ഓട്സ്, പിന്നെ അമ്മച്ചിക്ക് ചോറ് മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഓട്സൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇത് ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിന് മുന്നേ ചേട്ടായിയുടെ വക ലിജിമോക്കൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ നടക്കാമെന്നൊക്കെ ചേട്ടാ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.